പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിടുതലിന്റെ നൊവേനയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുകയാണ്. ഇന്നലേക്ക് കുറെ പേര് അച്ഛനെ വിളിച്ചു, മെസ്സേജ് വിട്ടു. കുടുംബങ്ങളെ, ജീവിതങ്ങളെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന ഒത്തിരിയേറെ അടിമത്തങ്ങളെ കുറിച്ച്, ബന്ധനങ്ങളെ കുറിച്ച്, അതിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ വേദനയോടെ വിളിച്ച് കരയുന്ന ഒത്തിരിയേറെ പ്രിയപ്പെട്ടവർ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ വലിയ തന്ത്രം എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. യോഹന്നാൻ 10:10 പറഞ്ഞുകൊണ്ട് മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഇത് ഇവന്റെ ഒരു സ്വഭാവമാണ്. ഇന്ന് അനേകം മക്കളെ നശിപ്പിക്കുന്നു, തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നവനാണ് പിശാച്. ഈ വിടുതൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പിശാചിന്റെ സ്വാധീനത്തിൽ കുടുങ്ങി അടിമപ്പെട്ടു പോയ മക്കളെ അതിൽ നിന്ന് വിടുവിച്ച് കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ ശക്തിയിലും സംരക്ഷണത്തിലും ആക്കി എടുക്കുന്ന ശുശ്രൂഷയാണ് വിടുതൽ ശുശ്രൂഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ദിവസങ്ങളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തി, ഇന്നലെ രമിച്ച് പറയായിരുന്നു, മോള് ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ ഇതാ വിവാഹത്തിന്റെ മോചനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത. ഈ പിശാചിന്റെ സ്വാധീനം കയറിക്കഴിഞ്ഞാൽ പിന്നെ നശിപ്പിക്കാൻ ഒത്തിരിയേറെ മക്കള് ആത്മഹത്യ പ്രവണത. പിശാച് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ആത്മഹത്യ, കൊല്ലുക, നശിപ്പിക്കുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ആത്മീയമായ മേഖലകള്, പിന്നെ കുറെ പേര് ഇന്നലെയൊക്കെ പറഞ്ഞു, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പഠിക്കാൻ താല്പര്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയോ അരൂപികൾ കയറി അലസതയും മടിയും താല്പര്യക്കുറവും മക്കളിൽ ജനിപ്പിക്കുന്ന ഒരാത്മാവ് പഠിക്കണ സമയത്ത് പഠിക്കാതെ പഠന മേഖലയെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന പൈശാചിക പ്രവൃത്തികൾ. വീണ്ടും രമിച്ച് പറയായിരുന്നു, മകൻ ഓൺലൈനിൽ കയറി ഗെയിം കളിച്ച് ഒരമിച്ചാൽ ഈ ദിവസം കുറെ പേര് പറഞ്ഞു 6 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കടബാധ്യതയെ അവിടുന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചു. യാതൊരു മടിയില്ലാതെ സുബോധം നഷ്ടപ്പെടുത്തി കടബാധ്യതയില് എല്ലാം നശിപ്പിക്കുന്ന മക്കൾ. അങ്ങനെ ഒത്തിരിയേറെ മേഖലകളില് പിശാച് സ്വാധീനം ചെലുത്തി അവൻ അടിമപ്പെടുത്തി അനേക മക്കളെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മേഖല നമ്മുടെ കുടുംബ ജീവിതം. നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവര് ഇതുപോലെ ഏതെങ്കിലും പൈശാചികമായ സ്വാധീനത്തില് പഠനം മുടങ്ങി, സാമ്പത്തിക മേഖല മുടങ്ങി, അല്ലെങ്കിൽ കലഹം, വിദ്വേഷം, വെറുപ്പ്, വാശി, നിരാശ, ആത്മഹത്യ പ്രവണത, വിവാഹമോചനം, തെറ്റായ സ്നേഹബന്ധങ്ങള്, അനുസരണക്കേട്, അങ്ങനെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുടുംബാംഗങ്ങളില് കയറിപ്പറ്റിയിരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ. ഇത് പലതിലൂടെയും വരാൻ കേട്ട, പാരമ്പര്യത്തിലൂടെ വരാം. നമ്മുടെ പൂർവികരോ ചെയ്തു പോയ പാപത്തിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാം. നമുക്കെതിരെ ആരെങ്കിലും ആഭിചാരി, മന്ത്രവാദം, നമ്മുടെ മക്കൾ നശിച്ചു കാണാൻ വേണ്ടി അസൂയ പൂണ്ടവരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ചെയ്തു വെച്ച ആഭിചാര്യ ക്രിയകള്, ദുർമന്ത്രവാദങ്ങള്, ചില പൈശാചിക വശീകരണ ശക്തികള്, ക്ഷുദ്രവസ്തുക്കള്, ഇങ്ങനെ പലതിലൂടെ കടന്നു വരാം. അതുകൊണ്ട് നമ്മുടെ കുടുംബം, പിന്നെ ചില കുടുംബങ്ങള് വേണ്ടാത്ത കാര്യത്തിന്റെ പേരിൽ വഴക്ക്, ഭിന്നിച്ചു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാര്, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഭയങ്കര ഭിന്നത, അപ്പനെ തല്ലുന്ന. എന്നൊരു അമ്മച്ച പറയാ, അമ്മച്ച പറയാ, അച്ഛാ എന്റെ മോൻ എന്റെ ഭർത്താവിനെ, അവന്റെ അപ്പനെ തല്ലി, എന്നെ തല്ലി, എന്റെ കണ്ണീര് വീട്ടിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കച്ച, എന്നെ ഒരുമാതിരി ശപിച്ച് രാവി തെറി വിളിച്ച് ദേഹോപദ്രവേൽപ്പിക്കുമ്പോ എന്റെ കണ്ണീര് വീഴും. പിശാചിനെ കയറി പറ്റുന്ന വലിയ മേഖലകളാണ് ശാപം, കണ്ണീര്, നെടുവീർപ്പ്. ഇതൊക്കെ പിശാചിന് നമ്മുടെ കുടുംബത്തില് അധികാരം കിട്ടാനും, നമ്മുടെ കുടുംബത്തിന്റെ ജീവിത മേഖലകള്, ജോലി, പഠനം, സാമ്പത്തിക മേഖല, സമാധാന മേഖല, എല്ലാത്തിനുമേൽ അധികാരം കിട്ടാനും ഇടയാകും.
അതുകൊണ്ട് ഇങ്ങനെ പല മേഖലകളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വന്നിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങള്, ശക്തികള്, അവന്റെ ആധിപത്യങ്ങള്, ഇതൊക്കെ നമ്മള് ശരിക്കും മനസ്സിലാക്കുക. ഞാൻ എന്തെങ്കിലും അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച അമ്മോനോട് ക്ഷമിക്കുക. അപ്പച്ചൻ പറയാ, എനിക്ക് അവനെ തല്ലണച്ച. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ എന്താ പറഞ്ഞാണ്? തിന്മയെ നന്മ കൊണ്ട് നേരിടുക. വിശുദ്ധ പൗലോസ് കുർന്നോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിന് 11-ാമത്തെ വചനത്തില് ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, കുർന്നോസിലെ സഭയിൽ ഒരുവൻ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു, അതിന്റെ പേരിൽ ഭിന്നതയുണ്ടായി, അവനെ വെറുത്തുപേക്ഷിക്കുന്ന അവസ്ഥ വന്നു. ആ സമയത്ത് പൗലോസ് പറയാ, നിങ്ങൾ അവനോട് ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രം പോരാ, അവനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പ് കിട്ടുന്ന വിധം സ്നേഹിക്കണം. എന്നിട്ട് പൗലോസ് പറഞ്ഞു കേട്ടോ, 2:11, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ. അവന്റെ തന്ത്രമാണ് ഈ ഭിന്നതയുണ്ടാക്കി, ഈ വെറുപ്പുണ്ടാക്കി, ഈ തല്ലുണ്ടാക്കി ആ കുടുംബത്തിൽ കയറി ഭരിക്കാന്നുള്ളത് അവന്റെ തന്ത്രമാ. അതുകൊണ്ട് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ മേല് ഒത്തിരിയേറെ പൈശാചിക സ്വാധീനങ്ങള് ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് മേല് ഇതിനോടകം ആധിപത്യം പുലർത്തി. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സാമ്പത്തിക, ജോലി, ബിസിനസ്, പഠന മേഖലകളെ, ചില ശുശ്രൂഷ മേഖലകളെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി പൈശാചിക സ്വാധീനങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈ നൊവേനയുടെ 2-ാം ദിനത്തില് അതിശക്തമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ പല മേഖല നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കണ്ടെത്തണം. പല മേഖലകളിൽ ചില ആത്മാക്കൾ കയറി പറഞ്ഞില്ലേ, ആത്മാവാണ് ജീവൻ തരുന്നത്. പരിശുദ്ധാത്മാവല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മുടെ മക്കളെ, നമ്മുടെ വീടിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അന്തരീക്ഷത്തെ പോലും നമുക്ക് സംരക്ഷിച്ചെടുക്കണം, വിടുവിച്ചെടുക്കണം. അതിനൊക്കെ വേണ്ടിയാണ് ഈ വിടുതൽ പ്രാർത്ഥന. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു നൊവേന പോലെ 9 ദിവസം തന്നിരിക്കുന്നത്. ഇത് ഇന്നു മാത്രമല്ല, ഈ ഡെലിവറൻസ് പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് ഓർക്കാണ് ഒരു വെറുപ്പ് വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വെറുപ്പിന്റെ ആത്മാവിനെ കയറിയിട്ടുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തില് എന്നിലേക്ക് കയറി വന്നിരിക്കുന്ന വെറുപ്പിന്റെ ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. എന്നെ വിട്ടുപോ. കർത്താവിന് കുരിശിൻ ചുവട്ടിൽ ഇതാ നിർവീര്യമായി പോകട്ടെ എന്ന് പറഞ്ഞ് ഈ കർത്താവിന് കുരിശിന്റെ ചുവട്ടിൽ ഇങ്ങനെയുള്ള അരൂപികളെ, ആധിപത്യങ്ങളെ, സ്വാധീനങ്ങളെ നമ്മൾ ബന്ധിച്ച് നിർവീര്യമാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മള് എപ്പോഴും പോരാടുന്നത് പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര യുഗത്തിലെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മുടെ യുദ്ധം. നമ്മളിന്ന് മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. മാംസം പ്ലസ് രക്തം സമം മനുഷ്യൻ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാര്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു, മക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, പലർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഇവരിൽ പ്രവർത്തിക്കുന്ന പിശാചിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഈശോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള തിരുവചന ഭാഗത്തില് സിനഗോഗിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ട്. അവൻ അലറിയെന്ന് പറയാ. ഈശോ പറഞ്ഞു, നിശബ്ദനായിരിക്കട. ഈശോ ആരോടെ പറഞ്ഞ മിണ്ടാണ്ടിരിക്കാൻ? ആ മനുഷ്യനോടല്ല, അവനിലുള്ള ആ അശുദ്ധാത്മാവിനോട്. അപ്പൊ അശുദ്ധാത്മാവ് എന്നോട് ഈശോ പറഞ്ഞത്, നീ അവനെ വിട്ട് പുറത്തു വാ, മിണ്ടരുത്, അവനെ വിട്ട് നീ പുറത്തു വാ. ഈശോ അവനോട് കൽപ്പിച്ചു. ആരോടാ? ആ മനുഷ്യനിൽ വസിക്കുന്ന അശുദ്ധാത്മാവിനോട് പുറത്തു വരാൻ പറഞ്ഞു. അശുദ്ധാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കിയപ്പോ ആ മനുഷ്യൻ മരിച്ചവനെ പോലെ, അവൻ അലറിക്കൊണ്ടിരുന്നവനാ. പിശാച് പോയപ്പോ ആ മനുഷ്യൻ ശാന്തനായി. നമ്മൾ കണ്ടു, പലയിടത്തും കാണുന്നുണ്ട്, പിശാച് വിട്ടുപോയി കഴിഞ്ഞപ്പോ മനുഷ്യന്മാര് ശാന്തരാകുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, വലിയ സുബോധം ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു മേഖല നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കള് ദേഷ്യപ്പെടാണ്, നമ്മളിങ്ങനെ കേട്ടില്ലേ, കലികേറിയ പോലെ. അച്ഛാ, ചില സമയത്ത് കലികേറിയ പോലെ. എന്താ കലിയേറാന്ന് പറഞ്ഞാ? കലി എന്ന് പറയുന്ന ഒരു പിശാച് ഈ കൊച്ചിൽ കയറിയിരിക്കുക.
അവനങ്ങൾ ഒച്ചപ്പാട് ബഹളം തല്ലിപ്പൊളി. ആ സമയത്ത് പിടിച്ചാ കിട്ടില്ല, ഭയങ്കര തെറി, ഭയങ്കര വയലൻസ്, തല്ലിപ്പൊളിക്കുന്നു. ഇങ്ങനെ കാരണം അലറിക്കൊണ്ടിരിക്കും. കലികറി അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കിയാൽ ആ കലിയുടെ ആത്മാവ് അവന് വിട്ടുപോയാൽ ആ കുഞ്ഞും ഇതുപോലെ ശാന്തനാകും, ശാന്തയാകും. ഇന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഒത്തിരി പൈശാചിക മേഖലകളുണ്ട്. ആത്മഹത്യയുടെ ദുരാത്മാവ്, വ്യഭിചാരത്തിലെ ദുർഭൂതം, മദ്യപാനത്തിലെ ദുരാത്മാവ്, അങ്ങനെ അങ്ങനെ ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങൾ, പ്രേമ കല്യാണത്തിന്റെ, ലവ് ജിഹാദിന്റെ പൈശാചിക ശക്തികൾ, ഇതെല്ലാം നമ്മുടെ തലമുറകളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് കോപത്തിന്റെ, കലഹത്തിന്റെ, ജഡികാസക്തിയുടെ ഒത്തിരി മേഖലകൾ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികൾ. ഇത് പല വിധത്തിലും വരാം. ഇന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കാം. എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ മക്കളിലുള്ള, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതെല്ലാം അരൂപികളാണുള്ളത് അതെല്ലാം സമർപ്പിച്ചുകൊണ്ട്, അത് പല മേഖലകളിലൂടെ കടന്നു വന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പാരമ്പര്യം, തലമുറ, അയൽപക്ക ബന്ധങ്ങള്, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കള്, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവര്, അല്ലാണ്ട് തന്നെ ഈ ലോകത്തിന്റെ അധികാരി പിശാച് തന്നെ നേരിട്ട് നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മേഖലകൾ നമ്മൾ നശിച്ചു കാണാൻ അതുപോലെ ആഗ്രഹിക്കുന്ന പിശാചുണ്ട്. കർത്താവ് നമ്മുടെ ആത്മാക്കളെ അസൂയയോടെ അഭിലഷിക്കുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ പിശാചും നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ സ്വാധീനങ്ങളെ, ഈ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടിനു വേണ്ടി, സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി, ജോലി മേഖലകളെ, പഠന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി വിടുവിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അത് നമ്മൾ ചെയ്യണം. അതാണ് പരിശുദ്ധ ലിയോ 13 മാർപ്പാപ്പയിലൂടെ സ്വർഗം നമുക്ക് നൽകിയ വിടുതല പ്രാർത്ഥനകളും, വിശുദ്ധ മിഖായേൽ പ്രാർത്ഥനകളും, ശക്തമായ സംരക്ഷണ പ്രാർത്ഥനകളും നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഉപയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഈ 9 ദിവസത്തെ നൊവേന. ഈ 2ാം ദിവസത്തെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ ശുദ്ധ കുർബാന അർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ അത് ഉപവസിച്ച് ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് അനേക മക്കളെ വിടിവിക്കുന്നുണ്ട്, അനേക കുടുംബങ്ങളെ വിടിവിക്കുന്നുണ്ട്, അനേക മേഖലകളെ കെട്ടിപ്പൊട്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക കെട്ടുകളെ, പൊട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സ്വർഗം നമുക്ക് തന്ന പുണ്യദിനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ശുശ്രൂഷ നിങ്ങള് അനേക മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. അനേക മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെ, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ലോകം ദുഷ്ടന്റെ ശക്തി വലയിലാണ്. ഈ ലോകത്തിന്റെ അധികാരി അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അവൻ മാധ്യമങ്ങളെ, മീഡിയകളെ, രാഷ്ട്രീയ പാർട്ടികളെ, അനേകം വ്യക്തികളെ, അനേകം ഭരണകർത്താക്കളെ, സഭയെ, പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ ഒരുമാതിരി ഒത്തിരി മേഖലകളിൽ അടിമപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങള് ഓരോ മേഖലകളും എടുത്ത് നമ്മൾ ധ്യാനിക്കുകയാണ്, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തെ ഇന്ന് നമുക്ക് വിടുവിച്ചെടുക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മേഖലകളെയും, എല്ലാ മക്കളെയും വിമോചന പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ നമ്മെ ഒത്തിരി അനുഗ്രഹിക്കുന്നു. മക്കളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. അച്ഛൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് സഭയിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന രക്ഷാകരമായ വിടുതലിനെയോർത്ത്, സ്വാതന്ത്ര്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിശാചിന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി അവന്റെ അവകാശത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവെ, മത്തായി 28:18 അങ്ങ് പറഞ്ഞില്ലേ, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാചിന് ലഭിച്ച എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശുമരണത്തിലൂടെ തിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച പൗരോഹിത്യ അധികാരത്തില്, സഭയുടെ അധികാരത്തില്, വിമോചന പ്രാർത്ഥനയില് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ,
ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കാൻ, പഠനത്തെ, സാമ്പത്തിക മേഖലകളെ, ഞങ്ങളുടെ മക്കളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചുകൊണ്ട് ഇന്നേ ദിനം കർത്താവേ അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങത്തിന് മുമ്പില് ഈ രണ്ടാം ദിനത്തില് ഈ നൊവേനയില് വലിയ വിടുതലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രവെച്ച് നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മിഖായിൽ മാലാഖയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, തിരുസഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കുടുംബത്തെ, വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, നമ്മുടെ മക്കളെ, മക്കളുടെ പഠനം, ജോലി, സ്വഭാവം, ചിന്തകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി ഒതുങ്ങി പിടിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ഒരു സ്വാധീന പാർശ്വബലങ്ങളോ ശക്തികളോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലും വലിയ വിടുതല് അനുഭവിക്കാനിടയാകത്തക്ക വിധത്തിലും കർത്താവിന്റെ തിരുരക്ത കോട്ട കെട്ടി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങൾക്കുള്ള സകലതിനെയും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥന നമുക്കൊരുമിച്ച് സ്വന്തമാക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിലേക്ക് ഉയർത്തി നമ്മുടെ ശക്തമായ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അന്ധകാര ശക്തികളും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ബഹിഷ്കരണ വിടുതൽ പ്രാർത്ഥന എല്ലാ മക്കളും സ്വന്തമാക്കുക.
സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും തടസ്സങ്ങളും ദുരിതങ്ങളും ആപത്തുകളും ദാരിദ്ര്യങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, എതിർ പ്രാർത്ഥനകളെ, ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും പൈശാചിക ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, ഇവരുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവരെയോ, ഇവരുടെ ജീവിതങ്ങളെയോ, ഇവരുടെ കുടുംബങ്ങളെയോ, ഇവരെ പ്രിയപ്പെട്ടവരെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയൊരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും
രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സാന്നിധ്യ സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ, ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന വലിയ വിടുതലിനെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ വിടുതലിന്റെ ശക്തി ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും, ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട സാത്താന്റെ സ്വാധീനങ്ങള്, അവന്റെ കെട്ടുകള്, അവൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങള്, അവൻ അടക്കപ്പെടുത്തിയിരിക്കുന്ന കെണികള്, അവൻ കുടുക്കിയിട്ടിരിക്കുന്ന വലകള് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവിടെ പ്രിയപ്പെട്ട യുവമക്കളെ, കുഞ്ഞുമക്കളെ, ഇവിടെ ജീവിത പങ്കാളി, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെല്ലാവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ സ്വന്തമാക്കി അങ്ങയുടെ മക്കളെ മാറ്റണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുരക്ത കോട്ട കെട്ടി അങ്ങയുടെ വലിയ ശക്തി പ്രകടമാക്കി അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇവിടുത്തെ എല്ലാ പൂർണ്ണതയിലും സൗഖ്യവും സമാധാനവും രക്ഷയും ജീവനും പ്രാപിക്കാൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പുതിയ അഭിഷേകത്താല് ജീവന സമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ആശീർവാദം സ്വീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും അടിസ്ഥാനത്തില് സാധാരണ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും വിടുവിച്ചെടുക്കുന്ന അതിശക്തമായ പ്രാർത്ഥന ഈ നൊവേന ദിവസങ്ങളില്
കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ അത് യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ അടുത്ത ധ്യാനം വരുന്നത് 15, 16, 17 പൊതുവായ ധ്യാനം. ഫിനഹസ് യുവജന ധ്യാനം 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പങ്കെടുക്കാനുള്ള മക്കളൊക്കെ നേരത്തെ കൂട്ടി സീറ്റൊക്കെ ബുക്ക് ചെയ്യുക. അതിശക്തമായ വിടുതലും ശക്തീകരണവും കർത്താവ് തന്റെ മക്കൾക്ക് നൽകി സംരക്ഷണത്തിന്റെ വലയത്തിൽ ഉറപ്പിക്കുന്ന വലിയ ധ്യാനമാണ് ശക്തീകരണ വിടുതൽ ധ്യാനങ്ങൾ. ഇതിനുവേണ്ടി പ്രതി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പോരാട്ടത്തിൽ കർത്താവ് നമുക്ക് വിജയം തരും.